മാന്യപ്രേക്ഷകർക്ക് ടെക് സപ്പോർട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ഒത്തിരി നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഫോൺ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ ഫോണിൽ ഡിഫറൻസസ് ഒരുപാടുണ്ട്. ആൻഡ്രോയിഡ് ഫോണുണ്ട്, ഐഫോൺ ഉണ്ട്, അതിനിടയ്ക്ക് മറ്റൊരുപാട് ബ്രാൻഡ്സ് കയറി വരും. മൈക്രോമാക്സ് ഉണ്ട്, ഗൂഗിളുണ്ട്, HTC ഉണ്ട്, LG ഉണ്ട്, ഒരുപാട് ബ്രാൻഡ്സും മാനുഫാക്ചറേഴ്സും ഉണ്ട്. പക്ഷേ പലപ്പോഴും ഒരു ഫോൺ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് പലർക്കും അറിയില്ല. അല്ലെങ്കിൽ അറിയാമെങ്കിൽ കൂടെ അവർക്ക് അവരുടെ തീരുമാനത്തിനനുസരിച്ചൊരു ഫോൺ എടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അപ്പം ഇത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് തരണം ചെയ്യാനായിട്ട് ടെക് സപ്പോർട്ടിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ടുഡേ വിൽ കവർ ആൻഡ്രോയിഡ് ഫോണും ഐഫോണും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതിനുശേഷം പ്രധാനമായിട്ട് സാധാരണയായിട്ട് എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും ഫോൺ ഉപയോഗിക്കുമ്പോൾ. അത്തരം ചില പ്രോബ്ലംസിന് സാധാരണ എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്ന സൊല്യൂഷൻ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ടെക് സപ്പോർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാനായിട്ട് ഞാൻ 2 ഫോൺസ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വൺ ഇസ് ആൻ ഐഫോൺ, ദി അതർ വൺ ഈസ് എ ഗൂഗിൾ നെക്സസ് 6P വിച്ച് ഇസ് എ പ്യുവർ ആൻഡ്രോയിഡ് ഫോൺ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ 3 ആസ്പെക്റ്റിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം യൂസർ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ യൂസർ കസ്റ്റമൈസിബിലിറ്റി. ഒരു യൂസറിന് സ്വന്തം ഫോണിൽ മാറ്റങ്ങൾ വരുത്താം, എത്രത്തോളം മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഓപ്പൺ സോഴ്സ് ആൻഡ് ക്ലോസ്ഡ് സോഴ്സ് ആർക്കിടെക്ചറാണ്. അത് ആപ്പിൾ ആണെങ്കിൽ അതൊരു ക്ലോസ് സോഴ്സ് ആർക്കിടെക്ചറാണ്. ആപ്പിൾ ഈസ് എക്സ്ക്ലൂസീവ്ലി ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ അലോൺ. അവർക്ക് ആപ്പിൾ ഫോൺസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് മറ്റൊരു മാനുഫാക്ചററുടെ അടുത്ത് പോകുന്ന ഒരു പ്രാക്ടീസ് ഇല്ല. അതേസമയം ഗൂഗിൾ ഓൺ ദി അതർ ഹാൻഡ് മറ്റൊരുപാട് മാനുഫാക്ചറേഴ്സുമായിട്ട് ചേർന്ന് ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം പുറത്തു വരുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം LG, ഹുവാവി, HTC, സാംസങ്, ഈ പറയുന്ന എല്ലാ കമ്പനീസും അവരുടെ ഫോൺസ് ആൻഡ്രോയിഡിൻ്റെ ബേസിസിലാണ് ഇറക്കുന്നത്, ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇറക്കുന്നത്. അതേസമയം ഐഫോൺ ഇസ് എക്സ്ക്ലൂസീവ്ലി മാനുഫാക്ചർഡ് ആൻഡ് എക്സ്ക്ലൂസീവ്ലി സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ ആപ്പിൾ അലോൺ. അപ്പം ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഈ ഓപ്പൺ സോഴ്സ് ആൻഡ് ക്ലോസ് സോഴ്സ് ആർക്കിടെക്ചറിൻ്റെ. പിന്നെ ഓപ്പൺ സോഴ്സ് ആർക്കിടെക്ചറിൽ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിൽ എത്ര തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടി അത് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ആപ്പിളിൽ ഒരിക്കലും അത് സാധിക്കില്ല. ആപ്പിളിൽ iTunes എന്ന് പറയുന്ന ആ ഒരു ആപ്പ് സ്റ്റോറിൽ നിന്നല്ലാതെ മറ്റൊരു സോഫ്റ്റ്വെയറും ആപ്പിൾ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, യൂസർ ആക്സസിബിലിറ്റി ഞാൻ പറഞ്ഞു. യൂസർ കസ്റ്റമൈസിബിലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഐഫോണിൽ കുറച്ചുകൂടെ കുറവായിരിക്കും. കാരണം ഐഫോൺ സോഫ്റ്റ്വെയർ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോഡിങ്ങിൻ്റെ ബേസിസിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഒരു യൂസർ എന്നുള്ള നിലയ്ക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതേസമയം ഓൺ ദി അതർ ഹാൻഡ് ഓൺ എ ഗൂഗിൾ ഫോൺ ഓർ എ നെക്സസ് ഓർ ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നള്ളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിലും മാറ്റാം, പുതിയ വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രീവിയസ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡിലേക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യാനും ആൻഡ്രോയിഡ് ഫോൺസിൽ സാധിക്കും. അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. അവിടെ ആപ്പിൾ എന്തുകൊണ്ടും ആൻഡ്രോയിഡിനേക്കാൾ മികച്ചതാണ്. കാരണം ആപ്പിൾ ഞാൻ പറഞ്ഞു, ആപ്പിൾ ഈസ് എക്സ്ക്ലൂസീവ്ലി ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ അലോൺ. അതുകൊണ്ട് തന്നെ ആപ്പിൾ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് അവരുടെ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസ് ആർ വെരി വെരി സ്ട്രിക്റ്റ്. അതുകൊണ്ട് തന്നെ അവരുടെ സെക്യൂരിറ്റി ഈസ് ഒരു സെക്യൂർ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ഫയൽസും നിങ്ങളുടെ എല്ലാ പേഴ്സണൽ ഇൻഫർമേഷനും ഏറ്റവും സെക്യൂറായിട്ട് കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഐഫോൺ ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ ആണ് എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, യൂസർ ഫ്രണ്ട്ലി എന്നുള്ള ഒരു ഫോൺ എന്നുള്ള നിലയിലാണെങ്കിൽ ആൻഡ്രോയിഡ് ഇസ് ഓൾവേസ് എ ബെറ്റർ ചോയ്സ്. അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ആൻഡ്രോയിഡ് ഐഫോണും തമ്മിലുള്ള 3 പ്രധാന വ്യത്യാസങ്ങൾ. ഇതിന് ശേഷം നമുക്ക് സാധാരണ എല്ലാ ഫോൺസിലും കണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ പ്രശ്നങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടെത്താവുന്ന ഒരു സൊല്യൂഷനും. ആപ്പിൾ ഫോൺസിലുള്ള ഇത്തരം സൊല്യൂഷൻസിനെ പറ്റി ഞാൻ ആധികാരികമായി സംസാരിക്കുന്നില്ല. കാരണം ആപ്പിൾ ഫോൺസിൽ ഇത്തരം പ്രശ്നങ്ങൾ കുറവാണ്. പക്ഷേ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് സാംസങ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന മറ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ ഫോൺസ് ആയതുകൊണ്ട് അവരിൽ സാധാരണയായി കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഏറ്റവും ആദ്യം വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒത്തിരി ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബാറ്ററി നിൽക്കുന്നില്ല. 100% ചാർജ് ചേർത്തുകൊണ്ട് വന്നാലും
1 മണിക്കൂറോ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് 60% ആയി, 55% ആയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊരു കോമൺ പ്രോബ്ലമാണ്. എല്ലാവരും അവരുടെ ഫോണിന് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് ഇതിനെപ്പറ്റി വറി ചെയ്യും. പക്ഷേ ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇത്തരത്തിലുള്ള ബാറ്ററി ഡ്രെയിനിങ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയം മുതൽ ശ്രദ്ധിക്കണം. പലപ്പോഴും എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി ഓവർനൈറ്റ് ഈ ഫോൺ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യാനായിട്ട് വെക്കും. അപ്പം ചിലർ പറയും ഓവർ ചാർജ് ആവുന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ഈ ഓവർ ചാർജ് എന്ന് പറയുന്ന ഒരു പരിപാടി ആക്ച്വലി ഇല്ല. എല്ലാ ഫോണിലും ചാർജ് 100% എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പവർ ആ ബാറ്ററിയിലേക്ക് കടത്തി വിടാതിരിക്കാനുള്ള ഒരു സ്വിച്ച് പോലെ ഒരു എക്വിപ്മെൻറ്റ് എല്ലാ ഫോണിലും ഉണ്ട്. അപ്പം അത്തരത്തിലൊരു ഓവർ ചാർജിങ്ങിൻ്റെ പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓവർനൈറ്റ് കുത്തി വയ്ക്കുമ്പോഴേക്കും ബാറ്ററിയിലേക്ക് ചിലപ്പോൾ പവർ സർജോ അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ മുതലായ പ്രശ്നങ്ങളുണ്ടായിട്ട് ഒരു പവർ സർജ് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അത് ബാറ്ററിയെ ഡാമേജ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഫോണിനെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലമായിട്ട് അങ്ങനെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് പലപ്പോഴും ഈ ബാറ്ററി ഡ്രെയിനിങ്ങിൽ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഒരു സീരിയസ് ബാറ്ററി കൺസേൺ ആയിട്ട് ഇപ്പം 100% ചാർജ് ചെയ്തെടുക്കുന്ന ഒരു ഫോൺ 1 മണിക്കൂറിന് ശേഷം 40% ആയി അല്ലെങ്കിൽ 30% ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിലല്ല അങ്ങനെ കാണുകയാണെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫോണിൻ്റെ ബാറ്ററി മാറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം അത്രയും അൺഹെൽത്തി ആയിട്ടുള്ളൊരു ബാറ്ററി നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്നത് തികച്ചും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള അത് ഇവൻച്വലി ഒരുപാട് ഹീറ്റിംഗ് പ്രോബ്ലംസിലേക്കും ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇരിക്കുമ്പോൾ തന്നെ അത് എക്സ്പ്ലോഡ് ആവാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബാറ്ററി ഡ്രെയിനിങ് കഴിയുന്നിടത്തോളം ചാർജിങ് ഓവർനൈറ്റ് കുത്തിവെക്കാതെ കുറച്ച് സമയം, അതായത് 100% ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാർജർ ഊരി മാറ്റുക, നിങ്ങൾ ഉപയോഗിക്കുക, സാധാരണ പോലെ ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബാറ്ററി പവർ ഒരുപാട് ഡ്രെയിൻ ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരുപാട് ഒത്തിരി ഓപ്ഷൻസ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പവർ ബാങ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്വിപ്മെൻറ്റ് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയാലും പവർ ബാങ്ക് ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 10,000 mAh വരെയുള്ള പവർ ബാങ്ക്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് eBay മുതലായ വെബ്സൈറ്റ്സ് വഴി നിങ്ങൾക്ക് മേടിക്കാം. വളരെ വളരെ തുച്ഛമായ ഒരു വില മാത്രമേ ഉള്ളൂ ഇത്തരം എക്വിപ്മെൻറ്റ്സിന്. അത് കയ്യിൽ മേടിക്കുകയാണെങ്കിൽ 10,000 mAh ഉള്ള ബാറ്ററി പവർ ബാങ്ക് ഒരിക്കൽ ചാർജ് ചെയ്താൽ യു ക്യാൻ ചാർജ് യുവർ ഫോൺ ഫോർ അറ്റ്ലീസ്റ്റ് 4 to 5 times ഓവർ 1 or 2 days. സോ എപ്പോഴും അത് ചാർജ് ചെയ്യാൻ കുത്തിവെക്കേണ്ട കാര്യമില്ല. 100% ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പവർ ബാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യാം, നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പോൾ 30 or 40% ആയി, ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ പവർ ബാങ്ക്. ബാറ്ററി ഡ്രെയിനിങ്ങിൽ അത്തരത്തിലൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നത് ഒരുപാട് അനാവശ്യമായ ആപ്ലിക്കേഷൻസ് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിരുന്നത് കൊണ്ടാണ്. എല്ലാ ഫോൺസിലും ബ്ലോട്ട്വെയർസ് ഒരുപാട് കാണാറുണ്ട്. ഇപ്പോൾ സാംസങ്ങിനാണെങ്കിൽ സാംസങ് ആപ്സ് അല്ലെങ്കിൽ സാംസങ് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സ്ട്രാ ആപ്ലിക്കേഷൻസ് സാംസങ് തന്നെ മാനുഫാക്ചർ തന്നെ ആഡ് ചെയ്യുന്ന ബ്ലോട്ട്വെയർസ് ഉണ്ട്. അത്തരത്തിലുള്ള ബ്ലോട്ട്വെയർസ് എല്ലാം നന്നായി പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അനാവശ്യമായ ഒത്തിരി ആപ്ലിക്കേഷൻസ് പലപ്പോഴും കുട്ടികളുടെ കയ്യിൽ ഫോൺ കിട്ടുമ്പോൾ അവർ അനാവശ്യമായ ഗെയിംസ് കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തിടും. പക്ഷേ ശരിക്കും ആക്ച്വലി സംഭവിക്കുന്നത് എന്നാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതെല്ലാം ബാറ്ററി പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അനാവശ്യമായ ആപ്ലിക്കേഷൻസ് എല്ലാം കഴിയുന്നിടത്തോളം ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓവർനൈറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാർജിങ് ഒഴിവാക്കുക. പിന്നീട് ചാർജ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരിക്കലും 30% അല്ലെങ്കിൽ 40% ആയിരിക്കുമ്പോൾ വീണ്ടും 100% ചാർജ് ചെയ്യാനായിട്ട് കുത്തിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നിടത്തോളം ഫോൺ ഒരു 10%-ന് താഴെ പവർ ഡൗൺ ആകുമ്പോൾ മാത്രം വീണ്ടും ചാർജ് ചെയ്യാൻ കുത്തിവെക്കുക. ഇത്തരം കാര്യങ്ങളാണ് ബാറ്ററി ഡ്രെയിനിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്.